നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് മാർക്കറ്റിന്റെ കണ്ടീഷൻ, ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും മാർക്കറ്റ് ഒരു ഡിപ്പിലാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ മാർക്കറ്റ് എത്രമാത്രം ഡിപ്പിലാണ് നിൽക്കുന്നത്? മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയിട്ട് 26,373 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ നിൽക്കുന്നത് 24,050 എന്നുള്ള പോയിന്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം 2,300 പോയിന്റ് മാർക്കറ്റ് താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡിപ്പ് നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റോക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി പഠിച്ച് അത് എൻട്രി എടുക്കാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ വന്ന് ഈ ഒരു ഡിപ്പിന്റെ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും മ്യൂച്വൽ ഫണ്ട് വഴി. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമ്മളിപ്പോൾ 1 ഇയറിൽ നമ്മൾ ഡിപ്പിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് ഇവിടെ ഒരു 2,300 പോയിന്റ് ഡിപ്പുണ്ട്, ഒരു 10% ഡിപ്പുണ്ട്. ഇപ്പോഴും ഇതിന്റെ താഴെ വന്നിരുന്നു 22,000 എന്നുള്ള റീജിയനിൽ. നമ്മൾ 5 ഇയറിൽ നോക്കുവാണെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഈ 26,000 എന്നുള്ള പോയിന്റിൽ നിന്ന് 22,000 വന്നു. അതിനുശേഷം ഇത് വീണ്ടും 26,000 ക്രോസ് ചെയ്ത് പോയി 26,300 ചെന്നു. അതിനുശേഷം വീണ്ടും 22,000 വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ ഇവിടുന്ന് വീണ്ടും ചെറിയ രീതിയിൽ മുകളിലേക്ക് പോകുന്നു. 22 എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ച് റിക്കവറി തന്നിട്ടുണ്ട് മാർക്കറ്റ്. എങ്കിലും ഇപ്പോഴും ഡിപ്പ് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്, കാറ്റഗറികളുണ്ട്. അപ്പൊ നമുക്ക് ഞാനൊരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എന്നുള്ള ഒരു ആൻസർ ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എന്ന്. ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ഏറ്റവും നല്ല പെർഫോമൻസ് തന്ന ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിലെ ലിസ്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫ്ലെക്സി ക്യാപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലെക്സി ക്യാപ്പ് എപ്പോഴും, അതായത് നമ്മൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരുടെ ഒരു ഫേവറേറ്റ് കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിട്ടേണും അവരുടെ പെർഫോമൻസ് തന്നെയാണ് അതിന് കാരണം. 1 ഇയറിൽ നല്ല റിട്ടേൺ, 3 ഇയർ CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, അതായത് ആവറേജ് റിട്ടേൺ ഓരോ വർഷത്തും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ 20%, 23%, 18%, 19, 18, 19, 17, 18%. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു കാറ്റഗറി ആണെന്ന് നമ്മൾ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു, എല്ലാവരുടെയും ഫേവറേറ്റ് കാറ്റഗറി ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ 5 ഇയർ CAGR നോക്കുവാണെങ്കിൽ ഇവിടെയും നല്ലൊരു പെർഫോമൻസ് 20%, 19%, 19, 17, 16, 16, 15, 15. ഓക്കെ, അപ്പം വലിയൊരു ടൈം ഫ്രെയിമിൽ നല്ലൊരു റിട്ടേൺ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ഫണ്ടുകൾക്ക് തരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ഒരുപാട് ഫണ്ടുകളുണ്ട്. അതിൻ്റെ അകത്ത് ഏതാനും ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത പഴയ ഫണ്ടുകളാണ്. ഏറ്റവും വലിയൊരു ഫണ്ടാണ് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്. അപ്പൊ അതിന്റെ AUM എത്രയാണ്? ഇതുവരെ 1,28,966 കോടി രൂപ ഇതുവരെ അതിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ 91,334 കോടി രൂപയായിട്ട് HDFC ഫ്ലെക്സി ക്യാപ് 2ാം സ്ഥാനത്തും. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 17,535 ഫ്രാങ്ക്ലിൻ, അതുപോലെ തന്നെ നമുക്ക് ആദിത്യ ബിർളയുടെ നമുക്ക് 23,018 കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ഫണ്ടുകളും പല AUMോട് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല കുറെ ഫണ്ടുകളും നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ടുകളും ഇവിടെ കണ്ടു. അപ്പൊ നമ്മൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് മാനേജറിന് ഫുൾ പവർ ആണ്. ആൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലാർജ് ക്യാപ്പിലേക്ക് വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, അതല്ല മിഡ് ക്യാപ്പിൽ വേണമെങ്കിൽ മിഡ് ക്യാപ്പിൽ പറ്റും, അതല്ല സ്മോൾ ക്യാപ്പിൽ വേണമെങ്കിൽ സ്മോൾ ക്യാപ്പിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കോമ്പിനേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ പൊതുവേ നമുക്ക് ലാർജ് ക്യാപ് കാറ്റഗറിയിലാണ് കൂടുതലായിട്ടും ഫ്ലെക്സി ക്യാപ് ഫണ്ട് മാനേജർ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഫണ്ട് മാനേജറിന് ഫുൾ പവർ ആണ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എവിടെ വേണേലും അലോക്കേറ്റ് ചെയ്യാനുള്ള പവർ, ഇക്വിറ്റിയിൽ എവിടെ വേണേലും അലോക്കേറ്റ് ചെയ്യാനുള്ള പവർ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജർ നല്ലതാണ്. നല്ല AMCയുടെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇവിടെ HDFC ഫ്ലെക്സി ക്യാപ് നമ്പർ 1ൽ നിൽക്കുന്ന ആ ഒരു HDFC ഫ്ലെക്സി ക്യാപ് തന്നെയാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. അപ്പം നമ്മൾ HDFC ഫ്ലെക്സി ക്യാപ് ഓപ്പൺ ആക്കി. അപ്പൊ ഇതിന്റെ NAV ആണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ 2,162 രൂപ വേണം ഇതിന്റെ ഒരു NAV മേടിക്കണമെങ്കിൽ. നമ്മളിവിടെ 1 മന്ത് റിട്ടേൺ നോക്കുവാണെങ്കിൽ എന്താണ്, ഒരു ചെറിയൊരു
വലിയ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. 3 മന്ത് നോക്കുവാണെങ്കിൽ ചെറിയൊരു ഡിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ 1 ഇയർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 9.41% ഈ ഒരു HDFCയുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ മോശമില്ലാത്ത റിട്ടേൺ ആണ്, കാരണം മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ല ഈ ഒരു കഴിഞ്ഞ 1-2 വർഷമായിട്ട്. എങ്കിലും ഈ ഒരു ഫണ്ട് നമുക്ക് 9.41% തന്നിട്ടുണ്ട്. നല്ലൊരു റിട്ടേൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ 3 ഇയർ CAGR നോക്കുവാണെങ്കിൽ അടിപൊളി റിട്ടേൺ 20.94% CAGR ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി റിട്ടേൺ തന്നെയാണ്. നമ്മൾ 5 ഇയർ റിട്ടേണിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് 5 ഇയർ CAGRലേക്ക് പോകുമ്പോൾ 21.60. അടിപൊളി റിട്ടേൺ ഈ ഒരു ഫണ്ട് 5 ഇയർ CAGR കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 16.23%. സ്റ്റാർട്ട് ചെയ്തത് എന്താണ് 2012 ഡിസംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ തൊട്ട് ഇതുവരെ അടിപൊളി റിട്ടേൺ ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ AUM നമ്മൾ ഡിസ്കസ് ചെയ്തു. കാറ്റഗറി ഫ്ലെക്സി ക്യാപ്പ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ നമ്മൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് മാനേജറിന് എത്ര ശതമാനം കൊടുക്കണം? 0.70% കൊടുക്കണം. ഓക്കെ. പി റേഷ്യോ 21.59. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. നമുക്ക് കാറ്റഗറിയുടെ പി റേഷ്യോ 24.37 നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് 21.59 പി റേഷ്യോയിൽ നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് കിട്ടുന്നു. അപ്പം അവിടെ പി റേഷ്യോ കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നല്ല വാല്യുവേഷൻ ഉള്ള കമ്പനികൾ ഈ ഒരു ഫണ്ടിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഷാർപ്പ് റേഷ്യോ കാറ്റഗറി ഷാർപ്പ് റേഷ്യോനേക്കാൾ കൂടുതലുണ്ട്. ഷാർപ്പ് റേഷ്യോ നമുക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ആണ് സൂചിപ്പിക്കുന്നത്. ഷാർപ്പ് റേഷ്യോ നമുക്ക് 0.47, ഒട്ടും മോശമല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഗ്രോത്ത് ആണ് സ്കീം. നമ്മൾ എപ്പോഴും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഗ്രോത്ത് സ്കീമാണ് എപ്പോഴും നല്ലത്. ഓക്കെ. ലോക്കിൻ ഒന്നുമില്ല, 0 ഇയർ ആണ്. നമുക്ക് ഇന്ന് വാങ്ങിയിട്ട് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ യാതൊരു രീതിയിലുള്ള ലോക്കിൻ പീരീഡ് ഈ ഒരു ഫണ്ടിൽ ഇല്ല. ഇനി എക്സിലോട് വരുന്ന സമയത്ത് 1 ഇയറിന് മുമ്പ് ഈ ഒരു ഫണ്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1% എക്സിലോട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ എൻട്രി എടുക്കുന്നവർ അലേർട്ട് ആയിട്ടിരിക്കുക. ഈ ഒരു ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1% നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. SIP ഇൻവെസ്റ്റേഴ്സിന് അലൗഡ് ആണ്. മിനിമം ലംസം അല്ലെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി 500 ആണ് അതിന്റെ ബെഞ്ച് മാർക്ക്. 500-ലുള്ള കമ്പനീസ് ആണ് ഇതിന്റെ അകത്തിട്ട് ഇവർ അലോക്കേറ്റ് ചെയ്യുന്നത് ഫണ്ട് മാനേജർ. അപ്പൊ നമുക്ക് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ടാക്സ് ഇംപ്ലിമെന്റേഷനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫണ്ട്, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എത്ര ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയോ അതിന് മുകളിൽ 20% ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറിച്ച് ഒരു വർഷത്തിൽ കൂടുതലാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫണ്ടിനെ വിൽക്കുന്നതെങ്കിൽ നമ്മൾ എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ട. അതുപോലെ തന്നെ ടാക്സ് ആയിട്ട് 12.5% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇക്വിറ്റി ടാക്സേഷൻ ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1.25 ലാഖിന് മുകളിലുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഒരു ഇക്വിറ്റിയുടെ ടാക്സേഷൻ ബെനിഫിറ്റും ഉണ്ട്. ഇനി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഇവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പോർട്ട്ഫോളിയോയിൽ എങ്ങനെയാണ് ഇത് അസറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇക്വിറ്റിയിൽ 100%, 0 തൊട്ട് 100% വരെ അലോക്കേറ്റ് ചെയ്യാനുള്ള സ്കീമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ 93% ഇക്വിറ്റിയിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി കുറച്ച് ക്യാഷ് ഇക്വലന്റിലും റീറ്റ്സിലും ഇൻവിറ്റ്സിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ആൻഡ് ഇക്വലൻസിൽ 0 to 35% ആഡ് ചെയ്യാനുള്ള അലോക്കേഷൻ ഇട്ടുണ്ട്. നിലവിൽ അതിന്റെ അകത്ത് അത്രയും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവര് എപ്പോൾ വേണമെങ്കിലും 35% വരെ പോകാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിൽ 0 to 20% വരെ പോകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ നിന്ന് ഫണ്ട് മാറ്റി ക്യാഷ് ആൻഡ് ഇക്വലൻസിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ 0 to 35% വരെ മാക്സിമം ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഫണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് റീറ്റ് ആൻഡ് ഇൻവെന്റിൽ 0 to 10% കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് 26% പ്രൈവറ്റ് ബാങ്കിലേക്കാണ് ഇതിന്റെ കൂടുതലായിട്ട് നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ 100 രൂപ കഴിഞ്ഞ് 26% പ്രൈവറ്റ് ബാങ്ക്സിലേക്കാണ് പോകുന്നത്. ബാക്കി 7 രൂപ പോകുന്ന IT സെക്ടറിലേക്കും, 7 രൂപ പോകുന്നത് ഫാർമ സെക്ടറിലേക്കും, 6 രൂപ പോകുന്ന പബ്ലിക് ബാങ്ക്സിലേക്കും, 4 രൂപ പോകുന്ന കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗിലേക്കും ആണ് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 33% ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പ്രൈവറ്റ് ബാങ്കിന്റെ അലോക്കേഷൻ വെയിറ്റേജ്. അത് കുറച്ച് കൊണ്ടുവന്ന് മാർച്ച് 2026 മാർച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേനും പ്രൈവറ്റ് ബാങ്ക് 26%-ലേക്ക് കുറഞ്ഞു കൊടുത്തു. അപ്പം അപ്പൊ എവിടെയാണ് കൂടിയത്? നമുക്ക് IT-യിലേക്ക് വരാം. സെക്കൻഡ്, IT ഇവിടെ കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നു ഓരോ ക്വാർട്ടർ ടു ക്വാർട്ടർ. കാരണം IT കമ്പനികൾ ഇപ്പോൾ വിലക്കുറവിലാണ് കിട്ടുന്നത്, നല്ല പി റേഷ്യോയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു ഫണ്ട് മാനേജറിന്റെ വ്യൂ എന്താണ്? ഫ്യൂച്ചറിൽ IT കമ്പനികൾ നല്ല രീതിയിൽ പെർഫോമൻസ് തരും എന്നുള്ള വ്യൂ ഉള്ളത് കൊണ്ടാണ് IT കമ്പനികൾ ഇതിന്റെ അകത്തിട്ട് ആഡ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ബാങ്ക്സ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, 2.99% കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ നിന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക് വന്നപ്പോഴത്തേന് 4.83-ലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഹോൾഡിംഗ് വെയിറ്റ് ഇക്വിറ്റിയിൽ വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കാം. സ്ട്രക്ചർ കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്ന് പുറത്തേട്ട് എടുക്കാം. ഓക്കെ, ഏകദേശം കമ്പനികൾ വന്നിട്ടുണ്ട്.
ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ICICI ബാങ്കിലേക്കാണ് 8.82% പോകുന്നത്. രണ്ടാമത് HDFC ബാങ്കിലേക്ക് 7% പോകുന്നു, ആക്സിസ് ബാങ്കിലേക്ക് 6% പോകുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 4.75% പോകുന്നു, SBI ലൈഫ് ഇൻഷുറൻസിലേക്ക് 3 കൊട്ടക് മഹീന്ദ്രയിലേക്ക് 3.52. അപ്പം ഇവിടെ എനിക്ക് ഒരു മോശമായിട്ടുള്ള കാര്യം എനിക്ക് കാണാൻ സാധിച്ചത് ആദ്യത്തെ ടോപ്പ് ഹോൾഡിങ്ങിലെല്ലാം പ്രൈവറ്റ് ബാങ്ക് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ്റെ അകത്തൊരു കുറവ് ഈ ഒരു ഫണ്ടിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം താഴോട്ട് വരുമ്പോഴത്തേനും ഉണ്ട്, ഇവിടെ നമുക്ക് ഭാരതി എയർടെൽ ഉണ്ട്, HCL ടെക്നോളജി ഉണ്ട്, L&T ഉണ്ട്, പവർ ഗ്രിഡ് ഉണ്ട്, മാരുതി ഉണ്ട്, സിപ്ലൈ ഉണ്ട്, ഏഷ്യൻ മോട്ടോർ ഉണ്ട്, ഇന്റർഗ്ലോബൽ ഇൻഡിഗോ ഉണ്ട്, എറ്റേണൽ ഉണ്ട്, ബജാജ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്. കമ്പനികളൊക്കെ ഒരുപാടുണ്ട്. ഇന്ത്യൻ ഇക്വിറ്റി കമ്പനികളുണ്ട്. താഴോട്ട് വരുമ്പോൾ ഒരുപാട് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനികളുണ്ട്. ഇതുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട് താഴോട്ട്. എങ്കിലും ഈ ഒരു ടോപ്പ് ഹോൾഡിങ്ങിൽ പ്രൈവറ്റ് ബാങ്കുകൾ തന്നെ നിൽക്കുന്നത് ഒരു സെക്ടോറിയൽ ETF പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ഇച്ചിരി ഒരു ഇഷ്ടക്കുറവ്, എനിക്ക് പേഴ്സണലി എനിക്കൊരു താല്പര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ അകത്ത് തന്നെ ഇക്വിറ്റിയിൽ ഈ കമ്പനികളിനകത്ത് 4 കമ്പനികൾ റെഡ് ഫ്ലാഗ് കാറ്റഗറിയിലുള്ള കമ്പനികളാണ്. ഒന്ന് അശോക് ലൈലാൻഡ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, കൊഹൻസ് ലൈഫ് സയൻസ് ലിമിറ്റഡ്. അപ്പൊ അതിന്റെ വെയിറ്റേജ് എത്രയാണ്? വെയിറ്റേജ് ഇതായിരുന്നു വളരെ ചെറിയ വെയിറ്റേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഇതുവരെ ഇപ്പോഴും ആ ഒരു കമ്പനികൾ ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ടില്ല, ചെറിയ ഒരു പെർസെന്റേജ് കുറച്ചിട്ടുണ്ട്, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് റെഡ് ഫ്ലാഗ് വന്നിട്ടും അവർ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ അത് ഔട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരുന്നു ഒരു പക്ഷേ, എന്നാലും ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമ്മൾ ഡെപ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു റെഡ് ഫ്ലാഗ്സും ഇല്ല. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഡെപ്റ്റിൽ വളരെ ചെറുതായിട്ടുള്ളൂ, നിസാര ഡെപ്റ്റേ ഉള്ളൂ. 1% പോലും ഇതിൻ്റെ അകത്ത് കൂട്ടിയെടുക്കാനില്ല. വളരെ ചെറിയൊരു ഡെപ്റ്റ് മാത്രമേ ഇവർ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇക്വിറ്റിനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ ട്രൈ പാർട്ടി റിപ്പോ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നല്ലൊരു കാര്യമാണ്. 4.7% ഒരു ട്രപ്സിലേക്ക് പോകുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് റീറ്റ് എംബസി, നെക്സസ്, അതുപോലെ തന്നെ നമുക്ക് നെറ്റ് കറന്റ് അസറ്റ്, അപ്പം ഇത്രയും കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. മൈനസ് ആണ്. അപ്പം ഇവിടെ ഈ ഒരു ചെറിയൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടും റീറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടികളിൽ കൊടുത്ത് അതിന്റെ മേളിൽ റെന്റൽ ഇൻകം ഒക്കെ കൊണ്ടുവരുന്ന 2 കമ്പനികളാണ് റീറ്റും ഈ ഒരു എംബസിയും നെക്സസും. അപ്പൊ അതിന്റെ അത് ചെറിയൊരു പോർഷൻ മാത്രം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് ഓവറോൾ സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മാനേജർ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് മാനേജറിന്റെ പേര് ഇവിടെ കാണാൻ സാധിക്കുന്നു, അമിത് ഗണ്ടാറ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് 10 ഇയർ എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ ഫണ്ട് മാനേജറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഇനി പെർഫോമൻസ് നോക്കുന്ന സമയത്ത് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ട് പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് തന്നിട്ടുണ്ട്. 1 ഇയറിൽ 11.27%, മോശമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് തന്നിട്ടുണ്ട്. 5 ഇയർ CAGR 20% 20.47, നല്ലൊരു റിട്ടേൺ. അതുപോലെ തന്നെ റോളിംഗ് റിട്ടേൺ 24.28%. അപ്പൊ അടിപൊളി റിട്ടേൺ ആണ്. ഏതൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാലും 3 ഇയർ റിട്ടേൺ നോക്കുന്ന സമയത്ത് നല്ലൊരു റിട്ടേണോട് കൂടി തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് മൂവ് ചെയ്യുന്നത്. നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫണ്ട് ഈ ഒരു കാറ്റഗറിയിൽ തന്നിരിക്കുന്നത്. നമ്മൾ റിസ്കിലേക്ക് പോകുന്ന സമയത്ത് റിസ്ക് ഹൈ ആണ്. എന്തുകൊണ്ടാണ് ഹൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വോളറ്റിലിറ്റി 12.39% വോളറ്റിലിറ്റി ഈ ഒരു ഫണ്ട് കാണിക്കുന്നുണ്ട്. ഷാർപ്പ് റേഷ്യോ 0.47, മാക്സിമം ഡ്രോ ഡൗൺ 41.87. അപ്പൊ ഇവിടെ ഈ ഒരു ഫണ്ട് ഒരു സമയത്ത് 41% വരെ താഴെയും പോയിട്ടുണ്ട്. അപ്പൊ ഒരാൾ 100 രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 60 രൂപയായ മാറി പിന്നെ പെർഫോമൻസ് തന്ന ഒരു ഫണ്ടാണ്. അപ്പൊ മാർക്കറ്റില് ഡിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലോങ് ടൈമിൽ നല്ലൊരു റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡിപ്പ് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ. ആ ഒരു സമയത്ത് ഒരുപാട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവരും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ ചിലപ്പോൾ മൈനസിൽ പോയിട്ടുണ്ടാകും പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോഫിറ്റിൽ നിന്നത് ചിലപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈമിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നല്ലൊരു ഡൈവേഴ്സിഫൈ ചെയ്ത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ ഒന്ന് റീബാലൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടാണ്, ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ മാക്സ് ഡ്രോ ഡൗൺ 41 കണ്ടു. കോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കോസ്റ്റ് നമുക്ക് 0.7% ആണ്. അതുപോലെ തന്നെ എക്സിറ്റ് ലോഡ് 1% ഉണ്ട്. ഈ ഒരു എക്സിറ്റ് ലോഡ് ഏകദേശം എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ഉണ്ട്. 1% അല്ലെങ്കിൽ 2% ഒക്കെ ഉണ്ട്. അപ്പൊ അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആക്കണ്ട. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് എക്സിറ്റ് ആകാനാണെങ്കിൽ മാത്രം അതിനെ കൺസിഡർ ചെയ്താൽ മതി. അതല്ല ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു എക്സിറ്റ് ലോഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഒരു വ്യൂ ഒരു 5-10 വർഷമാണെങ്കിൽ ആ ഒരു എക്സിറ്റ് ലോഡിനെ ബാധകമല്ല. ഓക്കെ, ഇനി നമ്മൾ കോമ്പോസിഷൻ നോക്കുന്ന സമയത്ത് ആവറേജ് കോമ്പോസിഷൻ ഉള്ളൂ. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കുഴപ്പമില്ല,
അതായത് 24 എന്ന കാറ്റഗറിനേക്കാളും 21 ആണ് ഇവിടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ വരുന്നത്. കുഴപ്പമില്ല. പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.09. ഓക്കെ, കോൺസെൻട്രേഷൻ അത് ടോപ്പ് 10 ഹോൾഡിംഗ്സിലെ ഈ ടോട്ടൽ എമൗണ്ട് 49% ഇവർ ഈ ടോപ്പ് 10 ഹോൾഡിംഗ്സിൽ തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അത്ര നല്ല കാര്യമല്ല. വേണമെങ്കിൽ കുറച്ച് കമ്പനീസും കൂടെ ആഡ് ചെയ്യാമായിരുന്നു. അപ്പൊ അതൊരു ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അത് സ്പെഷ്യലി എനിക്ക് പ്രൈവറ്റ് ബാങ്ക് മാത്രം ആഡ് ചെയ്തത്. പ്രൈവറ്റ് ബാങ്കിനെ തന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഫണ്ട് മാനേജർ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പ്രൈവറ്റ് ബാങ്ക്സ് നല്ല രീതിയിൽ പെർഫോമൻസ് തന്നില്ലെങ്കിൽ ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഫണ്ടിന്റെ ഓവറോൾ സമ്മറി. നമുക്ക് അടുത്ത ഫണ്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പാരിസൺ, എങ്കിലേ നമ്മുടെ കമ്പാരിസൺ ക്ലിയർ ആവുള്ളൂ. നമുക്ക് പിയേഴ്സിലേക്ക് പോകാം. പിയേഴ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് HDFCയുടെ തൊട്ട് പുറകെ എന്താണ് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഉണ്ട്. ഈ ഒരു ഫണ്ടിൽ ഒരുപാട് ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തൊരു ഫണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ഫണ്ട് 1 ഇയറിൽ 7.16%, അതായത് കഴിഞ്ഞ HDFC 9% മിച്ചമാണെങ്കിൽ ഇത് ഇച്ചിരി 2% കുറവാണ് റിട്ടേൺ. എങ്കിലും നമുക്ക് 3 ഇയറിലേക്ക് നോക്കുമ്പോൾ അതിനൊപ്പം തന്നെയുണ്ട് 20ഉം 18.6, 1.5% കുറവുണ്ട്. അതുപോലെ തന്നെ 5 ഇയർ നോക്കുന്ന സമയത്ത് 17.22%, മാക്സിമം ടൈമിൽ നോക്കുന്ന സമയത്ത് അതിനെ ബീറ്റ് ചെയ്തു 18.65%. അപ്പം ഈ ഒരു ഫണ്ട് വളരെ പഴയ ഫണ്ടാണ്. 2013 സ്റ്റാർട്ട് ചെയ്ത ഫണ്ടാണ്. ഇതിന്റെ 90 രൂപയാണ് ഒരു യൂണിറ്റ് വാങ്ങാനുള്ള പൈസ. 90.44 പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫണ്ടിന്റെ പ്രത്യേകത നോക്കുക, ഇത് വലിയ ഡിപ്പുകളൊന്നും ഉണ്ടാകുന്നില്ല. ചെറിയ നൈസായിട്ട് ഇങ്ങനെ കയറി പോകുന്നത്. ഇങ്ങനെ കയറി പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ നല്ല കോമ്പോസിഷൻ ആണ് ഈ ഒരു ഫണ്ടിലുള്ളത്. അപ്പൊ നമ്മൾ ഔട്ട് പോകുമ്പോൾ നമ്മൾ നോക്കും. അപ്പം ഈ ഒരു ഫണ്ട് ലാർജ് ക്യാപ് ആണ്. ഇവിടെ എത്ര, 1,28,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എക്സ്പെൻസ് റേഷ്യോ കഴിഞ്ഞ ഫണ്ടിനേക്കാളും കുറവാണ്. 7.7 ആയിരുന്നു, 0.62 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പി റേഷ്യോ, ഒരു അടിപൊളി പി റേഷ്യോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാറ്റഗറിയിൽ 24 PE നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഫണ്ടിന്റെ PE എത്രയാണ്? 15. അടിപൊളി ഒരു PE റേഷ്യോ നമുക്ക് ഈ ഒരു ഫണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാർപ്പ് റേഷ്യോ 0.33 ആണ്. ഇവിടെ 0.31നെക്കാളും ഒപ്പം തന്നെ ആവറേജ് ഷാർപ്പ് റേഷ്യോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലാൻ എന്താണ്? ഗ്രോത്ത് ആണ്. ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല ഫ്ലെക്സി ക്യാപിൽ. അതിന്റെ ആദ്യം പറഞ്ഞ ഫണ്ടിലും ഇല്ല, ഈ ഒരു ഫണ്ടിലും ലോക്ക് ഇൻ പീരീഡ് ഇല്ല. അപ്പൊ ഡോണ്ട് വറീസ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ആവും. എക്സിറ്റ് ലോഡ് പക്ഷേ ഇതിന്റെ അതിച്ചിരി കൂടുതലാണ്. നമുക്ക് 10% വരെ എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ആവും. ഒരു എക്സിറ്റ് ലോഡും കൊടുക്കണ്ട. പക്ഷെ 365 ദിവസത്തിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിലെ 2% എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 വർഷത്തിനുള്ളിലാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ, അതായത് 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ 1% എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടത് വരും. അതല്ല 730 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമ്മൾ എക്സിറ്റ് ലോഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഫണ്ട് ശ്രദ്ധിക്കുക, പെട്ടെന്ന് എൻട്രി എടുത്ത് പെട്ടെന്ന് വിൽക്കേണ്ടവരാണെങ്കിൽ ഈ ഒരു ഫണ്ടിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇവിടെ കാണുന്നത്. എക്സിറ്റ് ലോഡ് 2% കൊടുക്കേണ്ടി വരും. അതല്ല കുറച്ച് ലോങ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു എക്സിലോട് ബാധകമായിട്ടുള്ള ഒരു കാര്യം അല്ല. SIP അലൗഡ് ആണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് 1000 ആണ്. അവിടെ 100 ആണ്, ഇവിടെ 1000 ആണ്. നോ പ്രോബ്ലം. 1000 മിനിമം SIP ചെയ്യേണ്ടതാണ് ഒരു ഫണ്ടിൽ. ഓക്കെ, ബെഞ്ച് മാർക്ക് എത്രയാണ്? നിഫ്റ്റി 500 ആണ്. അവിടെ നിഫ്റ്റി 500 തന്നെയായിരുന്നു. നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് അസറ്റ് അലോക്കേഷൻ ഇവിടെ ഇക്വിറ്റിയിൽ 0 to 100% ഉണ്ട്. ക്യാഷ് ആൻഡ് ഈക്വലന്റ് ടു 0 to 35. അവിടെ കണ്ട പോലെ തന്നെ ഇക്വിറ്റിയിൽ എത്ര വേണേലും കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഒരു പെർമിഷൻ ഈ ഒരു ഫണ്ടിലുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ഈക്വലന്റിൽ മാക്സിമം 35%. ഓക്കെ, ഇനി ഇവിടെയാണ് നല്ലൊരു കോമ്പോസിഷൻ, നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇക്വിറ്റിയിൽ ഇവർ എത്രയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? 77%. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നിലവിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് 10.29, ക്യാഷ് ആൻഡ് ഈക്വലന്റ് 5.15, റീറ്റ് ആൻഡ് ഇൻവെന്ററി 3.72, കൊമേഴ്ഷ്യൽ പേപ്പർ 1.49. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ +2 മോറിലും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യം. ഇവിടെ നമ്മൾ ജൂണിൽ നോക്കുവാണല്ലോ 80% സെപ്റ്റംബർ ക്വാർട്ടറിൽ വന്നപ്പോൾ 80, ഡിസംബർ ക്വാർട്ടറിൽ 80, മാർച്ച് ക്വാർട്ടറിലായി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇക്വിറ്റിയുടെ അലോക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 77%ലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഫണ്ട് മാനേജർ നല്ല രീതിയിൽ ഒരു ഡൈവേഴ്സിഫിക്കേ ചെയ്ത് ഈ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, അവിടെയും പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ വേരിയേഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ IT 13% ഗ്രോ ചെയ്തിരിക്കുന്നു. പവർ ജനറേഷൻ, പബ്ലിക് ബാങ്ക്സ്. അപ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് ബാങ്ക്സ് 23% ഉണ്ട്. IT എത്രയാണ്? 12.1, അതായത് 9 നിന്ന് 14 വന്നിട്ടുണ്ട്. IT നല്ല രീതിയിൽ ഒരു ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫണ്ടിലുണ്ട്, ഈ ഒരു ഫണ്ടിലുണ്ട്. പവർ ജനറേഷൻ നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നു കമ്പനി. അതുപോലെ തന്നെ പബ്ലിക് ബാങ്ക്സ് വലിയ വേരിയേഷൻസ് ഇല്ല, ചെറിയ രീതിയിൽ കുറയ്ക്കുകയാണ്. മിസെല്ലേനിയസ് നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ അകത്തൊരു വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഹോൾഡിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ ഹോൾഡിംഗ് വെയിറ്റേജിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കാം. ഇവിടെ HDFC ബാങ്ക് നമുക്ക് ഒന്നാമത്തെ വെയിറ്റേജ് ഇവർ കൊടുത്തിട്ടുണ്ട്, 7.96%. അതിനുശേഷം നമുക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കോയിൽ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് 6.1. അതിനുശേഷമാണ് ഇവിടെ ഒരു ICICI ബാങ്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം ITC,
അതിനുശേഷം നമുക്ക് ബജാജ് ഹോൾഡിങ്സ്, അതിനുശേഷം കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, അതിനുശേഷം ആൽഫബെറ്റ്. ഓക്കെ, ഇവിടെയാണ് അടിപൊളി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കാണുന്നത്. ജിയോഗ്രഫിക്കൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ആൽഫബെറ്റ്, യൂട്യൂബ്, ഗൂഗിള്, സെർച്ച് എഞ്ചിൻ, ഇതിന്റെ എല്ലാം കമ്പനികളിലേക്ക് 4% പോകുന്നു. അപ്പോൾ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിയിൽ അലോക്കേറ്റ് വരുന്നു, ജിയോഗ്രഫിക്കൽ അലോക്കേഷൻ വരുന്നു, ഡെപ്റ്റിലുണ്ട്. ഡെപ്റ്റിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തില്ല, ചെയ്യാം. ഓക്കെ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, HCL ടെക്നോളജി, ആക്സിസ് ബാങ്ക്, ഭാരതി എയർടെൽ. നമുക്കിവിടെ ഫേസ്ബുക്കിൽ നമുക്ക് 2.49%, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആണ് 2.49%. താഴെ ആമസോൺ, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആണ് 2.12%. അതായത് നമ്മൾ 100 റേറ്റ് കഴിഞ്ഞാൽ ₹2.12 ആമസോണിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ 1.99%. അടിപൊളി ഒരു അലോക്കേഷൻ. ഓക്കെ, ബാക്കി ഒരുപാട് കമ്പനീസ് ഉണ്ട് താഴോട്ട് കാണാൻ സാധിക്കുന്നു. സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനീസ് ഒരുപാട് കാണാൻ സാധിക്കുന്നു. നമുക്ക് താഴോട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്ര നല്ല ഒരു അലോക്കേഷൻ, നല്ലൊരു വെയിറ്റേജ്, ഒരു കോമ്പോസിഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ആദ്യത്തെ കുറച്ച് കമ്പനീസിന്റെ അകത്താണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കുറച്ച് കമ്പനീസിലാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കമ്പനീസിലും നമ്മൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഡെപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയാണ് ഡെപ്റ്റ് എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇക്വിറ്റി മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് ഡെപ്റ്റ് പോർഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു ഷോക്ക് ഓബ്സർ എന്ന രീതിയിൽ ഈ ഒരു ഡെപ്റ്റ് പോർഷൻ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്ന സമയത്തും ഫണ്ട് ഒറ്റയടിക്ക് മുകളിലേക്ക് പോകത്തില്ല, സാധാരണ ബെഞ്ച് മാർക്ക് പോകുന്നത് പോലെ തന്നെ, മറിച്ച് മൂവ് ചെയ്യും. ഒപ്പം ഈ ഡെപ്റ്റിന്റെ പോർഷനും കൂടെ ചേർന്ന് ഒരു സ്റ്റഡി, അതായത് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഭയങ്കര വേരിയേഷൻ, വോളറ്റിലിറ്റി വരില്ല ഈ ഒരു ഫണ്ടില്. ബാക്കിയുള്ള ഫണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫണ്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ, അവർക്ക് ആ ഒരു വോളറ്റിലിറ്റി അവർക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് പേഷ്യൻസോട് കൂടി കാം ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ അകത്ത് തന്നെ ഒരു ബോണ്ടിലല്ല ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, ഒരുപാട് ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഒരുപാട് ബോണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്, ഒരുപാട് ബോണ്ടിൽ. ആ ഇട്ടേക്കുന്നത് എങ്ങനെയാണ്, എല്ലാത്തിന്റെയും വെയിറ്റേജ് ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ വെയിറ്റേജോടുകൂടി 0.51%, അതും ഷോർട്ട് ടൈമിലാണ്, ഇതും ഷോർട്ട് ടൈമിലാണ്. ആക്സിസ് ബാങ്ക് 0.49, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, HDFC ബാങ്ക്, എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള കമ്പനികൾ, വലിയ കമ്പനികളെ ആണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് ഷോർട്ട് പീരീഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ റേറ്റിംഗ് ഒക്കെ ക്രിസിൽ A1+ റേറ്റിംഗ് ഉള്ള ഡെപ്റ്റ് ബോണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസിൽ A1+, IND A1+, ക്രിസിൽ A1, ICRA A1+. താഴോട്ട് നോക്കുമ്പോൾ ക്രിസിൽ A1+, ക്രിസിലിന്റെ ഒരുപാട് ക്രിസിൽ A1+ നമുക്ക് കാണുന്നത്. ക്രിസിൽ ഓക്കെ, അത് ചെറിയ ചെറിയ വെയിറ്റേജിൽ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, വീണ്ടും അവിടെ ഒരു നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഡെപ്റ്റിന്റെ അകത്ത് തന്നെ, നല്ല റേറ്റിംഗ് ഉള്ള കമ്പനികളിൽ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു വെയിറ്റേജ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകളും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വന്ന് ചോദിച്ച് മനസ്സിലാക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അതേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് TRP നമുക്ക് 4.5%, അതുപോലെ തന്നെ നമ്മൾ റീറ്റ് ആൻഡ് ബ്രോക്കിഫീൽഡ് ഇന്ത്യ, റീറ്റ്, ഇൻവിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എംബസി ഓഫീസ് പാർക്കിന്റെ അത് 2.6, ഇവിടെ 1.09. അപ്പം നമുക്ക് പരാഗ് പാരിക് ലിക്വിഡ് ഫണ്ടിൽ 1.02. അപ്പം ഇതും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6-7% തരുന്ന ഒരു ലിക്വിഡ് ഫണ്ടാണ്. അവിടെ ഒരു പെർസെന്റേജ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് റെസീവബിൾ ഇവിടെ 0.57. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ അകത്തും ഇനിയും റീറ്റ് ഉണ്ട്, ചെറിയ ചെറിയ അലോക്കേഷൻ ആയിട്ട്. അപ്പൊ നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ 2 കമ്പനികൾ റെഡ് ഫ്ലാഗ് വന്നിരുന്നു. ആ 2 കമ്പനികൾ GMR എയർപോർട്ട് ആണ്, വേദാന്തയാണ്, 2നെ എടുത്ത് പുറത്ത് കളഞ്ഞായിട്ട് കാണാൻ സാധിക്കുന്നു. നല്ലൊരു ഡിസിഷൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫണ്ട് മാനേജറിനെ എന്ന് പരിചയപ്പെടാം. ഫണ്ട് മാനേജർ രാജീവ് താക്കർ, റുക്കുൻ തറച്ചന്താനി. ഓക്കെ, അത് രണ്ടുപേരും 18 വർഷത്തെ എക്സ്പീരിയൻസ്, 6 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് ആദ്യത്തെ ടോപ്പ് 2 ഫണ്ട് മാനേജർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ടാക്സ് ഇംപ്ലിമെന്റേഷൻ വരുന്നത് എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 20% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും 12.5% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ആണ് നമുക്ക് ഈ ഒരു ഫണ്ടിലും കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഓവറോൾ ഇതിന്റെ സമ്മറി നോക്കുന്ന സമയത്ത് ഈ ഒരു ഫണ്ട് എന്താണ്, പെർഫോമൻസ് നമുക്ക് 6.3% ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് നിലയിൽ. 1 ഇയറിൽ 8.2%, 5 ഇയറിൽ 16%, 3 ഇയർ റോളിംഗ് 22.5%. അപ്പൊ റിട്ടേൺ അടിപൊളിയാണ്. പക്ഷേ HDFCനെ നോക്കുമ്പോൾ ചെറിയൊരു റിട്ടേൺ കുറവ് നമുക്ക് ഈ ഒരു 1 ഇയറിലും 5 ഇയറിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പെർഫോമൻസ്
നമുക്ക് ഒരു ലോങ് പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് വലിയൊരു ബാധകമായി മാറണമെന്നില്ല. അപ്പം എനിക്ക് ഈ ഒരു ഫണ്ട് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇതിന്റെ റിസ്ക് കാറ്റഗറിയാണ് ലോയിൽ വന്നിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട് എങ്കിലും ഇവര് തമ്മിലുള്ള കമ്പാരിസണിൽ ലോ കാറ്റഗറിയിൽ വന്നിരിക്കുന്നു. വോളറ്റിലിറ്റി വളരെ കുറവാണ്. കാരണം ഡെപ്റ്റിൽ ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. 78% ഇക്വിറ്റിയിലേക്ക് പോയിട്ടുള്ളൂ. അതിന്റെ അകത്ത് തന്നെ നല്ല ഡൈവേഴ്സിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഷാർപ്പ് റേഷ്യോ നമുക്ക് 0.33. ഓക്കെ, ഇച്ചിരി കുറവാണ് മറ്റേ ഫണ്ടിനെ വെച്ച് നോക്കുമ്പോൾ. അതൊരു ചെറിയൊരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാക്സിമം ഡ്രോ ഡൗൺ ഇത് നല്ലൊരു കാര്യമാണ്. 31.2% വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഫണ്ട് എത്രയാണ് മാക്സിമം ഡ്രോ ഡൗൺ? കോവിഡിന്റെ ടൈമിലായിരിക്കും ഇത്രയും താഴെ വന്നിരിക്കുന്നത്. അപ്പം അത് 40% അപ്പൊ ഇവിടെ 31 ആ ഒരു സമയത്തും ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഡ്രോ ഡൗൺ അതെ ഒറ്റയടിക്ക് അത്രയും മൈനസിലേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ് ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം. കോസ്റ്റ് നോക്കുന്ന സമയത്ത് HDFC ഫ്ലെക്സി ക്യാബിനേക്കാളും കോസ്റ്റ് കുറവാണ്. എക്സിറ്റ് ലോഡ് ഇച്ചിരി കൂടുതലുണ്ട്. തീർച്ചയായും എക്സിറ്റ് ലോഡ് കൂടുതലുണ്ട്. അപ്പോൾ വളരെ ഷോർട്ട് പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഫ്ലെക്സി ക്യാപ്പിൽ ഈ ഒരു എക്സിറ്റ് ലോഡ് ഒരു പണിയാകാനുള്ള ചാൻസും ഉണ്ട്. ഇനി കോമ്പോസിഷൻ, അടിപൊളി ഒരു കോമ്പോസിഷൻ. നമുക്കറിയാം ജിയോഗ്രഫിക്കൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, ഒപ്പം തന്നെ നമുക്ക് ഡെപ്റ്റിന്റെ പോർഷൻ കിട്ടുന്നു, അതുപോലെ തന്നെ നമുക്ക് റീറ്റ് ആൻഡ് ഇൻവിറ്റി കിട്ടുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇക്വിറ്റി അലോക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ അകത്ത് തന്നെ ഇക്വിറ്റിക്കകത്ത് തന്നെ നല്ലൊരു ഓരോ സെക്ടറിലേക്കും നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് വിടുന്നു. നല്ലൊരു കാര്യം. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പി റേഷ്യോ 15 ഉള്ളൂ. 24 വെച്ച് നോക്കുമ്പോൾ 15, 10ൽ 10 സ്കോർ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പി ബി റേഷ്യോ 3.45, നല്ലൊരു പി ബി റേഷ്യോ ആണ്. കോൺസെൻട്രേഷൻ 51% ടോപ്പ് 5-10 ഹോൾഡിംഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചെറിയ രീതിയിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ച് ഡിവൈഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി. വലിയ ഫണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ടും അവരുടെ വലിയ ആയിട്ടുണ്ട്. അപ്പം വലിയ കമ്പനികൾ കുറച്ച് ലാർജ് ക്യാപ് കമ്പനികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഫണ്ട് മാനേജറിന്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കാര്യവും അവിടെ കിടക്കുന്നുണ്ട്. ചെറിയ കമ്പനികളാണെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആണ്. ചെറിയ ഫ്ലെക്സി ക്യാപിറ്റൽ കമ്പനികൾ അവർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫണ്ടിൽ നിന്ന് അടുത്ത ഫണ്ടിലേക്ക് ഫണ്ടുകൾ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റേജ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. വളരെ സിമ്പിൾ ആണ്, സ്മൂത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഫണ്ട് എന്റെ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ എന്റെ ഒരു ഫേവറേറ്റ് ഫണ്ട് തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട്. ഇനി നമുക്ക് അടുത്തത് PICസിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു പരാഗ് പാരിക് നോക്കി, HDFC നോക്കി, ഇനി കൊട്ടക് ഫ്ലെക്സി ക്യാപ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊട്ടക്കിലേക്ക് പോകാം. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്. അപ്പം ഒരു കാര്യം ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ള വീഡിയോസ് ഞാനിപ്പോ ജസ്റ്റ് ഈ വീഡിയോ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതിന്റെ ഓവറോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലാതെ എടുത്തിയാടി ഇൻവെസ്റ്റ് ചെയ്യുകയല്ലേ വേണ്ട. അപ്പൊ കുറച്ച് സമയം എടുക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. അതിനുശേഷം വളരെ പേഷ്യൻസോട് കൂടി ഡിസിഷൻ എടുക്കുക. ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ നിന്ന് ഒന്നിലധികം ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. മറിച്ച് ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരു ഫണ്ട് തന്നെ നമുക്ക് ധാരാളമാണ്. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റു കാറ്റഗറിയിലെ നല്ല ഫണ്ടുകൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുകളിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ ലൈക്ക് ചെയ്യുക. വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇങ്ങനെയുള്ള വീഡിയോസ് വളരെ കുറവാണ് യൂട്യൂബിൽ കിട്ടുള്ളൂ. മനസ്സിലാക്കി എടുക്കുക. 1 ഇയറിൽ നമുക്ക് ഈ ഒരു ഫണ്ട് എത്രയാണ്? 12.48%. അടിപൊളി പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? 3 ഇയറിലും അടിപൊളി റിട്ടേൺ. 5 ഇയറിൽ നോക്കുന്ന സമയത്ത് റിട്ടേൺ കുറഞ്ഞു, 14%, 14.75. മാക്സിമം പോകുന്ന സമയത്ത് 15.88. അപ്പം ഷോർട്ട് പീരീഡിൽ ഈ ഒരു ഫണ്ട് അടിപൊളി പെർഫോമൻസ് തന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് 5 ഇയർ അല്ലെങ്കിൽ മാക്സിമം ടൈമിലേക്ക് പോകുമ്പോൾ ഈ ഫണ്ടും 12 തുടങ്ങിയാണ്, വളരെ പഴയ ഫണ്ടാണ്. അപ്പൊ അവിടെ ഒരു റിട്ടേൺ കുറവ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഫണ്ട് 50,000 കോടിയിലധികം ഇൻവെസ്റ്റ് വന്ന ലാർജ് ക്യാപ് കാറ്റഗറിയിലുള്ള ഒരു ഫണ്ടാണ്. എക്സ്പെൻസ് റേഷ്യോ ഇപ്പം പരാഗ് പാരിക്കിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ് 0.59%. ബട്ട് ഇതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. കാറ്റഗറി പി റേഷ്യോനേക്കാളും പി റേഷ്യോ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഷാർപ്പ് റേഷ്യോ 0.52, നല്ലൊരു ഷാർപ്പ് റേഷ്യോ ഉണ്ട്. ഇതിനേക്കാളും നല്ലൊരു കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്കീം ഗ്രോത്ത് ആണ്, ലോക്കിൻ പീരീഡ് ഒന്നുമില്ല. എക്സിറ്റ് ലോഡ് എത്രയാണ്? എക്സിറ്റ് ലോഡ് 10% വരെ എക്സിറ്റ് ലോഡ് ഇല്ല. ബാക്കി 1% എക്സിറ്റ് ലോഡ് ആണ് എടുക്കുന്നത്. 1 ഇയറിന് മുമ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അലോഡ് ആണ്. SIP 100 രൂപ വരെ മിനിമം. നിഫ്റ്റി 500 ട്രൈ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണത്. താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു വേരിയേഷൻ. ഇക്വിറ്റിയിൽ അവർ എപ്പോഴും 65% മിനിമം ഹോൾഡ് ചെയ്യും. 65 to 100%, അതാണ് ഇവിടെ ഈ ഒരു ബോർഡർ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ 65% കമ്പൽസറി ആയിട്ട് ഇവർ ഇക്വിറ്റിയിൽ അലോക്കേറ്റ് ചെയ്യും എന്നാണ് ഇതിന്റെ സൂചിപ്പിക്കുന്നത്. ക്യാഷ് വാല്യൂ ഇക്വിലന്റിൽ 0 to 35%, റീറ്റ് ആൻഡ് ഇൻവിറ്റിൽ 0 to 10%. അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ബാങ്കിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈവറ്റ് ബാങ്കിന്റെ അലോക്കേഷൻ 20 താഴെ പോയി 18.68% ഉള്ളൂ. രണ്ടാമത് കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അതിന്റെ വെയിറ്റേജ് കുറഞ്ഞു എങ്കിലും അത് തന്നെയാണ് സെക്കൻഡ് പ്രയോറിറ്റിയിൽ നടക്കുന്നത്. ഇൻഡസ്ട്രിയൽ മെഷീനറീസിന്റെ അകത്ത് 7.35, ഡൈവേഴ്സിഫൈഡ് കെമിക്കൽസിന്റെ അകത്ത് 5.88. ഓക്കെ, ഇവിടെ ഐടിക്കുള്ള പെർസെന്റേജ്, ഐടിക്ക് വളരെ പെർസെന്റേജ് കുറവാണ്. വളരെ ചെറിയൊരു വെയിറ്റേജ് മാത്രമാണ് IT സെക്ടറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പേഴ്സണലി
IT സെക്ടർ ഒട്ടും വേണ്ടെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഫണ്ട് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല IT സെക്ടറും കൂടെ കൂടിയുള്ളതാണ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ മറ്റു ഫണ്ടുകളിലേക്ക് പോകാൻ സാധിക്കും പേഴ്സണലി. ഓക്കെ, അപ്പം അതൊരു പേഴ്സണലി ഓരോ സെക്ടർ വേണം എന്നുള്ള താല്പര്യങ്ങളും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അത് സെക്ടർ ഓരോ ഏതൊക്കെ ഇക്വിറ്റിയിലേക്കാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഫണ്ട് നോക്കുന്ന സമയത്ത് 97% ഇക്വിറ്റിയിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ആൻഡ് ഇക്വലന്റിൽ 2.56 ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇക്വിറ്റിയിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അതിന്റെ അകത്ത് തന്നെ HDFC ബാങ്കിന് പ്രയോറിറ്റി കൊടുത്തില്ല. ഭാരതി ഇലക്ട്രോണിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനാണ് 6.03% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. HDFC, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊട്ട് പുറകെ തന്നെയുണ്ട്. ആക്സിസ് ബാങ്ക് കാറ്റഗറിയിൽ കിടക്കുന്നുണ്ട്, ടോപ്പിൽ തന്നെ. ജിൻഡൽ സ്റ്റീൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് കമ്പനിയാണ് ഇടയ്ക്കുള്ളത്, ലാർസൻ ആൻഡ് ടർബോ ഉണ്ട്, എറ്റേണൽ ഉണ്ട്, ഭാരതി എയർടെൽ ഉണ്ട്, SRF ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് കമ്പനിയിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കമ്പനികളും ഡിഫാൾട്ട് ആയിട്ട് കാണുന്നില്ല. അതേഴ്സിലേക്ക് പോകുമ്പോൾ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കണക്ക് കൂട്ടാൻ പോലും ഇല്ല. ട്രൈ പാർട്ടി റിപ്പോയിൽ ജസ്റ്റ് 2.55% ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കോമ്പോസിഷൻ നമുക്ക് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു ഫണ്ടിൽ ഇല്ല. ഇനി നമ്മൾ ഇതിന്റെ ടാക്സ് ഇംപ്ലിമെന്റേഷൻ സെയിം ആണ്. ഇവിടെ 20%, ഇവിടെ ലോങ് ടൈമിൽ 12.5%. മാനേജർ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹർഷ് ഉപാധ്യ 18 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഷോർട്ട് പീരീഡിൽ നല്ല റിട്ടേൺസ് കാണുന്നത്. 14%, 5 ഇയറിൽ മോശമില്ലാത്ത റിട്ടേണും, റോളിംഗ് റിട്ടേൺ ഇച്ചിരി കുറവാണ് മറ്റൊരു ഫണ്ടിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫണ്ടുകള് പെർഫോമൻസിൽ ആവറേജ് ആണ്. ബട്ട് നമ്മൾ താഴോട്ടുള്ള കാറ്റഗറിയും കൂടെ നമ്മൾ നോക്കണം. റിസ്ക് എന്താണ്? റിസ്ക് വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇവിടെ പി റേഷ്യോ ഓക്കെ, പി റേഷ്യോ കോസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു റിസ്ക് വോളറ്റിലിറ്റി വളരെ കൂടുതലാണ് നമ്മുടെ പരാഗ് പാരിക്കിനെ വെച്ച് നോക്കുമ്പോൾ. അവിടെ നമുക്ക് 9 വോളറ്റിലിറ്റി ഏകദേശം വന്നെങ്കിൽ ഇവിടെ 14 ഉണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇക്വിറ്റി മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫണ്ട് ഫാസ്റ്റ് ആയിട്ട് പോകും, താഴോട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ടായിട്ട് പോരും. ഷാർപ്പ് റേഷ്യോ നമുക്ക് 5.52 വന്നിട്ടുണ്ട്. മാക്സിമം ഡ്രോ ഡൗൺ ഇവിടെ 37% വന്നിട്ടുണ്ട്. പരാഗ് പാരിക്ക് 31 ഉള്ളായിരുന്നു. അപ്പം അത് കുറച്ച് ബെറ്റർ ആണ്. അതായത് വലിയൊരു മാർക്കറ്റ് ക്രാഷ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ആ ഒരു ഫണ്ട് വലിയ ഡിപ്പിലേക്ക് പോകത്തില്ല. അതേസമയത്ത് ഈ ഒരു ഫണ്ട് 37% വരെയൊക്കെ ഡിപ്പിലേക്ക് പോയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ HDFC എത്രയാണ് 41% വരെയും പോയിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ്ലി ഈ ഒരു ഫണ്ടും HDFC ഫണ്ടും ഒക്കെ ഇക്വിറ്റിയിലാണ് മാക്സിമം കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസ് റേഷ്യോ 0.59 ആണ്. ഓക്കെയാണ്, ഡീസെന്റ് ആണ്. എക്സിൽ ലോഡ് 1%. അപ്പോൾ ബാക്കിയുള്ള കമ്പനിയെ പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ പി നോക്കുന്ന സമയത്ത് നമുക്ക് പി കൂടുതലാണ്, കാറ്റഗറിയുടെ അടുത്ത് വരുന്നു. ബാക്കിയുള്ള 2 ഫണ്ടുകളും പി റേഷ്യോ കുറവാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ എത്രയാണ്? 5.39. അപ്പം അത് വലിയ കുഴപ്പമില്ല. ടോപ്പ് ഹോൾഡിംഗിൽ 42.6%. അപ്പം ഇത് ഒരു കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. 42.6% ടോപ്പ് ഹോൾഡിംഗിൽ തന്നെ 10 ഹോൾഡിംഗിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇക്വിറ്റിയിൽ തന്നെ. റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ടോട്ടലായിട്ട് എനിക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഈ ഒരു 3 ഫണ്ടുകൾ എടുത്ത് ഒരു തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള കാരണം ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും പഴയ 3 ഫണ്ടുകളാണ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് മാനേജർമാരാണ്. അതിൻ്റെ അകത്ത് തന്നെ നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ, നല്ലൊരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്കീമുകൾ കാണിക്കുന്നു. അപ്പം ഫ്ലെക്സി ക്യാപ് കാറ്റഗറി നമുക്ക് ലംസമായിട്ട് ഇടാനാണെങ്കിലും, ലംസം പ്ലസ് SIP ആണെങ്കിലും, അതല്ല SIP സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എപ്പോഴും ഇൻവെസ്റ്ററിന്റെ ഒരു ഫേവറേറ്റ് കാറ്റഗറി തന്നെയായിരുന്നു. നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതിന്റെ ഇച്ചിരി പെർഫോമൻസ് ഈ ഒരു വർഷം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തുള്ള കോമ്പോസിഷൻ വളരെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അതിന്റെ പി റേഷ്യോ കുറവ്, അത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു ഫണ്ട് കൂടുതൽ ഫേവറേറ്റ് ആയി മാറുന്നത്. കാരണം ഞാൻ ഇടുന്ന എമൗണ്ട് 2 വർഷത്തിനുള്ളിൽ എക്സിറ്റ് ആകാനുള്ള എൻ്റെ ഒരു ഉദ്ദേശവും ഇല്ലതാണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ല, കുറച്ച് അഗ്രസീവ് ആയിട്ട് മാർക്കറ്റ് ഡിപ്പിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഇടാനും, അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വളരെ അഗ്രസീവ് ആയിട്ട് റിസ്ക് എടുത്ത് നല്ല റിട്ടേൺ ഉണ്ടാക്കാനാണ് ഒരു ഷോർട്ട് ടൈമിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ചിലപ്പോൾ കൊട്ടക്കും അതുപോലെ തന്നെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളും തന്നേക്കാം. അപ്പം ഇതാണ് എന്റെ ഓവറോൾ ഐഡിയ. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫണ്ട് ഓവറോൾ ഐഡിയയിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ SIPs, ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ശരിയായ ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിട്ടേണിലേക്ക് വരും. ആ ഒരു ഫണ്ടിന് നല്ല രീതിയിലൊന്ന് വെയിറ്റേജ് കൊടുത്ത് അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ ഒന്ന് നമ്മൾ ഒരു വർഷത്തിലൊന്ന് റീബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ
കാര്യങ്ങളെല്ലാം നമ്മളോട് ചേർന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.